തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി നാളെ വിധി പറയും. UDF സ്ഥാനാർത്ഥി കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജിന്റെ പരാതി. കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ടൊരു വിധിന്യായം നാളെ വരാനിരിക്കുന്നു, വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് നാളെ ഹൈക്കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. 2 മണിക്കാണ് ഈ കേസിൽ ഹൈക്കോടതി വിധി പറയുക. ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹം നാളെ ഈ കേസിൽ വിധി പറയുകയും ചെയ്യും. മതചിഹ്നം ഉപയോഗിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ, കെ ബാബുവിനെതിരെ ഉയർന്ന ആരോപണം. അതിന്മേൽ ശക്തമായ വാദം കോടതിയിൽ നടക്കുകയുണ്ടായി. ഈ വാദം തടയണമെന്നാവശ്യപ്പെട്ട്, ഇവിടെ നടക്കുന്ന വിസ്താരം തടയണമെന്നാവശ്യപ്പെട്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അത് നടന്നിരുന്നില്ല. സുപ്രീം കോടതി അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ശേഷം വാദം പൂർത്തിയായിരിക്കുന്നു. കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. ഇത് ഈ ഹർജി തള്ളുകയാണെങ്കിൽ കെ ബാബുവിനെ ആശ്വസിക്കാം. ഒരു പക്ഷേ ഹർജി അംഗീകരിക്കുന്ന പക്ഷം MLA സ്ഥാനം നഷ്ടപ്പെടും. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന M സ്വരാജിന്റെ ആവശ്യത്തിന്മേലുള്ള കോടതി വിധി നാളെ വരാനിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്കാണ് കോടതി ഇക്കാര്യത്തിൽ വിധി പറയുക.